Welcome back to Cafe D. Also, welcome back to കഫേ ഡി സ്റ്റോറീസ്. അതെ, നമ്മൾ ഇന്ന് കഫേ ഡി സ്റ്റോറീസിൽ വീണ്ടും ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടത് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമുക്ക് പറയാം, ഈസി ആയിട്ട് പറയാം. നമുക്കത് 90കളിലെ ഹിന്ദി സിനിമ ഗാനങ്ങൾ, അത് ഒരു പക്ഷേ നമ്മുടെ ഈ ക്യാമ്പസുകളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോഴും അത് മനസ്സിനോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുമാർ സാനുവിൻ്റെയും ഉദിത് നാരായണൻ്റെയും ഒക്കെ നിരവധി ഗാനങ്ങളാണ് നമുക്ക് പല ഹിന്ദി സിനിമകളിലൂടെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഗാനങ്ങൾ പാടി ശ്രദ്ധേയനായി നിരവധി ടെലിവിഷൻ ഷോകളിലുമൊക്കെ നമ്മൾ സ്റ്റേജ് ഷോസിലും, പ്രത്യേകിച്ച് യു എയിലെ ഒരുപാട് പേര്, യു എയിലെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇദ്ദേഹത്തെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കാരണം ഇവിടെയും കുറേ നിറഞ്ഞ വേദികളിൽ അദ്ദേഹം പരിപാടികൾ ചെയ്യാറുണ്ട്, പാട്ടുകൾ പാടാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുമാർ സാനുവിൻ്റെയും സസ്പെൻസ് വേണ്ട, നേരിട്ട് നമുക്ക് ആ വ്യക്തിയിലേക്ക് തന്നെ പോവാം. ആളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു കഫേ ഡി സ്റ്റോറീസിലേക്ക് അഫ്സലിനെ. വെൽക്കം ടു ദി ഷോ അഫ്സൽ. അഫ്സൽ ഇവിടെ ഗൾഫിലേക്ക് ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് കഫേ ഡി സ്റ്റോറീസിൽ അഫ്സലിനെ കിട്ടുന്നത്. അഫ്സലിനെ കുറിച്ച് നിരവധി ആളുകൾ കേട്ടിട്ടുണ്ട്, സിനിമകൾ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ. അഫ്സൽ എങ്ങനെയാണ് ഈ ഒരു ടെലിവിഷൻ ഷോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്തിച്ചേർന്നത്? ഗായകൻ എന്നുള്ള നിലയിൽ തുടങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഹിന്ദി സോങ്സിൽ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു കാലഘട്ടം ആണ് 90s. ആ ഒരു കാലഘട്ടത്തിൻ്റെ പാട്ടുകൾ ഒരുവിധപ്പെട്ട സിംഗേഴ്സും അങ്ങനെ എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു കാറ്റഗറിയിൽ വന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെതായ ഒരു ഇതിപ്പോ ഈ ഫീൽഡിൽ ഇങ്ങനെ കിട്ടുന്നത്. അതിൽ മാത്രം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് 90s സോങ്സ്, കുമാർ സാനുവിന്റെ ഉദിത്തിന്റെ പാട്ടുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുന്ന. ഈ ആദ്യം പാട്ട് ചെറുപ്പം മുതലേ പാടുന്ന ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലൊന്നും പാട്ടുകാരൊന്നും ഇല്ല. എൻ്റെ ബ്രദർ ഇതുപോലെ മൂത്ത ആൾ ഇതുപോലെ ഹിന്ദി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുമാർ സാനുവിന് ഭയങ്കര ക്രേസ് ഉള്ള ആളായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഇതുപോലെ എപ്പോഴും കുമാർ സാറിന്റെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തിട്ട് അങ്ങനെ കേട്ടാണ് എനിക്ക് ഇതുമായിട്ട്, അങ്ങനെയാണ് അതിലേക്ക്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പാട്ട് ആയിട്ട് ബന്ധമുള്ള ഫാമിലി ഒന്നുമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പാട്ട് കേട്ട് കേട്ട് തനിയെ പഠിച്ചു വന്നത്. പാട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോയിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. മഹാരാജ് കോളേജിൽ അങ്ങനെ പോയിരുന്നു. അങ്ങനെയാണ് സംഗീതം പഠിച്ചിട്ടില്ല. ഇല്ല, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, അത് ഇനി ഇത്രയും ഒരു നല്ലൊരു ഗായകൻ എന്ന നിലയിൽ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വെക്കാനുള്ളത്, അതും കൂടെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കൂടി അപ്പൊ എല്ലാരും പറയുമ്പോ എന്താ തോന്നാറ്? ഇനി മടിയല്ല, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം സംഗീതം പഠിക്കാതെ തന്നെ ഇത്രയും ബെറ്റർ ആയിട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടം കൂടുതൽ എല്ലാവർക്കും. അത് പഠിച്ച ആളുകൾ പാടുമ്പോഴുള്ള ഗായകരെ സംബന്ധിച്ച്, അത് അഫ്സലിനെ പോലെ ഗായകനെ സംബന്ധിച്ചോളം അതൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് കൂടുതൽ പഠിക്കാൻ. എന്നാലും 90കളിലെ നമുക്കൊരു ഗാനത്തിൽ ആരംഭിക്കാം അല്ലേ? എന്തായാലും ഒരു ഫേമസ് ആയിട്ടുള്ള, എന്നാലും ഈ അഫ്സലിനെ കാണുമ്പോ ശരിക്കും ഷാരൂഖ് ഖാന്റെ ഫീലുണ്ട്. അപ്പൊ നമുക്കൊരു ഷാരൂഖിന്റെ ഗാനത്തിൽ തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ, എന്തായാലും ഷാരൂഖ് ഖാന്റെ മൂവിയിൽ തന്നെ ഒരു സോങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. इस प्यार से मेरी तरफ ना देखो, इस प्यार से मेरी तरफ ना देखो, प्यार हो जाएगा, ये प्यार हो गया तो तीर दिल के पार हो जाएगा, प्यार हो जाएगा, प्यार हो जाएगा, प्यार हो जाएगा, प्यार हो जाएगा, इस प्यार से मेरी तरफ ना देखो, प्यार हो जाएगा. ऐसा गाएगा तो जरूर प्यार हो जाएगा. അതെ, ആ ഒരു ഫീൽ ചെയ്തിട്ടാണ് പാടുന്നത്. എന്തായാലും ഗംഭീരമായിട്ട് പാടി തന്നു. ഈ ഷാരൂഖിന്റെ ഒരു സാദൃശ്യം ഇത് എല്ലായിടത്തും പറയാറുണ്ടോ? ഉണ്ട്, മിക്കവാറും എല്ലാവരും ചെല്ലുമ്പോൾ ഇതുപോലെ എല്ലാവരും പറയും. പിന്നെ ബോഡി സ്റ്റൈലും ഒക്കെ ഏകദേശം അങ്ങനത്തെ ഒരു ഇതാണ്. അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ ശരിക്കും പാട്ടുകാരനാണല്ലോ ബേസിക്കലി. അപ്പൊ പാട്ടാണ്, പക്ഷെ ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും സ്റ്റേജിൽ. പിന്നെ തീർച്ചയായിട്ടും, കാരണം എനിക്ക് ഡാൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ പാട്ടുകാരൻ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഫിഗർ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ജസ്റ്റ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ പാട്ട് പാടുമ്പോൾ അവർക്കൊരു ലൈവ്, നല്ലൊരു ലൈവ് ഫീൽ ചെയ്യാം. ഇല്ല, തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അത് മാത്രമല്ല, യൂട്യൂബിൽ എനിക്ക് ഏകദേശം 25 lakhs വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഷാരൂഖ് ഖാന്റെ പാട്ടിനാണ്. തീർച്ചയായിട്ടും, അതും കൂടുതൽ
നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആളുകളാണ് കംപ്ലീറ്റ് ഫോളോവേഴ്സ്. അത് ഏത് പാട്ടിനായിരുന്നു? അത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കുന്നത് 2 സോങ്സിനാണ് യൂട്യൂബിൽ വന്നേക്കുന്നത്. 25 lakhs വെച്ചിട്ട് 2 പാട്ടിനും ഉണ്ട്. ബാസിഗറും അതുപോലെ ജാദു തേരിനഗറും. അതെ അതെ അതിലേതാണ് ഞങ്ങൾക്ക് വേണ്ടി? തീർച്ചയായിട്ടും. കാരണം എന്താ പറയാ, ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ എല്ലാവരും മനസ്സിൽ എപ്പോഴും പാടുമ്പോൾ എല്ലാവരും പറയും, ആ കാലഘട്ടത്തിൽ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ആളുകൾ പറയും അഫ്സൽ പാടുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു തിരിച്ചു പോയ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് തുടക്കത്തിൽ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത ആൾക്കാരാണ്. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഗാനങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. ആ ഒരു കാലഘട്ടങ്ങളൊക്കെ അത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്കാണ്. അതായത് ഇപ്പോഴും നമ്മൾ കേൾക്കുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും കോളേജ് ക്യാമ്പസിലേക്ക് എത്തുകയാണ് ആ ഗാനങ്ങളൊക്കെ. बाजीगर में बाजीगर, दिल वालों का मैं दिलबर, बाजीगर में बाजीगर, दिल वालों का मैं दिलबर, ओ दिल लेके दिल दिया है सौदा, प्यार का किया है दिल की बाजी, जीता दिल हार कर, बाजीगर में बाजीगर. ഇത് ഒറിജിനൽ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ തോന്നുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടം ഹിന്ദി പാട്ട്. അപ്പൊ നമ്മൾ ഏത് ഫീൽഡാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിനോട് കൂടുതൽ ഭയങ്കര ഇതായിരിക്കും, നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവും. അതുകൊണ്ട് അതേ പാട്ടിന്റെ ചായ തോന്നുന്നു കേട്ടോ. കാര്യം അഫ്സലിന്റെ ശബ്ദത്തിൽ തന്നെയാ പറഞ്ഞത്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോ ഈ പറഞ്ഞ പോലെ കുമാരസാനുമാണോ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അനുകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഓപ്പൺ ത്രോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പാടുന്നത്. അല്ലാതെ നമ്മള് മൂക്ക് വെച്ചിട്ട് അത് ചെയ്യുന്നത് അങ്ങനെ ഇല്ല. ഏത് പാട്ട് പാടിയാലും ഞാൻ എന്റെ ശൈലി തന്നെ പാടുന്നത്. ഒരു തരത്തിൽ അനുകരിക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് ഹിന്ദി വേർഡ്സുകൾ പെർഫെക്റ്റ് ആയിട്ട് ഉച്ചരിക്കാൻ പറ്റുന്നതാണ്. അത് ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മള് ഒരു മലയാളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടാണെന്നുള്ളത് നമുക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ്. നമ്മുടെ പല ആളുകൾക്കും അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതും അവരെ നമ്മളത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് ആ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതും. അപ്പൊ നമ്മള് വെറുതെ ഒരു സ്റ്റേജിൽ പോയിട്ട് വെറുതെ പാടുന്ന പോലെയല്ല. നമ്മൾ അത്രയും ഞാൻ പാടുമ്പോൾ ശരിക്കും ഞാൻ തന്നെ ഭയങ്കര എൻജോയ് എൻ്റെ അത് ഞങ്ങൾക്ക് കാണാനുണ്ട്. കാരണം ആ ഫീലോട് കൂടി അതെ ആക്ഷനും റൊമാൻറ്റിക്കും ഒക്കെ നമുക്കതിൽ ശരിക്കും അതെ ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഔട്ട് പോകുമ്പോ എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് ഇവിടെ തത്സമയം കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇതിനും മറ്റു വേദികളിലേക്ക് പോയ പ്രധാനപ്പെട്ട വേദികളിലേക്ക് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിലൊക്കെ പെർഫോം ചെയ്തു. ഇതിനോടൊപ്പം കണ്ടിരുന്നു. അത് വളരെ എന്താ പറയാ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ പാട്ടുകാർ അവർ എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ ഒരു വേറൊരു വേദിയാണല്ലോ, എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ യൂട്യൂബിൽ 15 ലക്ഷം വ്യൂവേഴ്സ് ഇങ്ങനെ ജാദു തേരിനഗറും ബാസിഗറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവർ തന്നെ വൈറൽ സെക്ഷനിൽ ഇട്ടത്. പക്ഷെ അത് കഴിഞ്ഞോടി പെട്ടെന്ന് വ്യൂവേഴ്സ്, കാരണം അറിയാത്ത ആളുകൾ കുറേ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഇപ്പോൾ എവിടെ ചെന്നാലും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നുള്ളൊരു ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. നമ്മൾ 4 പേര് തിരിച്ചറിയാന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമല്ല. അപ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്തു. അത് 2 ടൈമിൽ വന്ന് ചെയ്തു. പിന്നെ അതിൻ്റെ തന്നെ ഫ്ലവേഴ്സിൻ്റെ തന്നെ വേറൊരു പ്രോഗ്രാം ചെയ്തു. മൊത്തം 3 പ്രോഗ്രാംസ് ചെയ്തു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. പെട്ടെന്ന് ഇപ്പോ നമ്മൾ ആരെങ്കിലും ഇപ്പോ യൂട്യൂബിൽ കയറിയിട്ട് ജാദു തേരിനഗറിന് നിങ്ങൾ വെറുതെ അടിച്ചാൽ മതി, അതിൽ എന്റെ പാട്ട് വരും. എന്റെ പറയാൻ പറ്റില്ല, ആ കൂട്ടത്തിൽ എന്റെ സോങ് വരും. അതായത് അഫ്സലിന്റെ പാട്ട് കേൾക്കുമ്പോൾ വേറൊരു പ്രത്യേകത ആർക്കും മനസ്സിലാവില്ല അദ്ദേഹം ഒരു മലയാളിയാണ് പാടുന്നത് എന്ന് മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ശരിക്കും ഞാൻ നോർത്ത് ഇന്ത്യൻ എന്റെ ഒരു ലുക്കും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ഉദിത് നാരായണന്റെ ഒരു പാട്ട് കേട്ടോ, ജാദു തേരി. ഓക്കെ, ഞാൻ ഇത്തവണ ശരിക്കും ഇന്റർവ്യൂവിന് വന്നപ്പോൾ കുറെ പ്ലാൻ ചെയ്തിട്ട് വന്നു. കാരണം എല്ലാ വേദികളിലും പോകുമ്പോൾ ജാദു തേരിനഗറും ഏജ് നബി എന്നെ കൊണ്ട് പാടിക്കും. ഇല്ല അതെന്തായാലും പാടിത്തരാം. കാരണം എല്ലായിടത്തും ഇഷ്ടമാണ്. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു അതെ അതെ അതെ. അപ്പൊ ഞാൻ വിചാരിക്കും ഇനി കേൾക്കുന്ന ആളുകൾക്ക് ശരിക്കും കേൾവിക്കാരായിട്ട് തന്നെ കണ്ടാൽ. കാരണം ഞങ്ങൾക്ക്
ഇഷ്ടമുള്ള പാട്ടുകളാണ് ഈ ചോദിക്കുന്നത്. പറഞ്ഞ പോലെ അജ്നബി ഒക്കെ എത്ര കേട്ടാലും ആർക്കും ബോറടിക്കാത്ത എല്ലാ സ്റ്റൈലും എന്നെ കൊണ്ട് പാടിക്കുന്ന പാട്ടുകൾ അതൊക്കെ വളരെ അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അവർക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഗാനങ്ങളാണ്. നിങ്ങൾ സ്റ്റേജിൽ പോകുമ്പോ അഫ്സലിന് തന്നെ അറിയാം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടാവും. പിന്നെ ഇത് സോങ്സ് ഒക്കെ തന്നെ, കാരണം നമ്മൾ പാടുമ്പോൾ ഒരു ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ലൈവില് ഇതുപോലത്തെ പാട്ടുകളൊന്നും ആരും പാടുന്നില്ല എന്നുള്ളത്. തീർച്ചയായും, കാരണം അത് അവരുടെ മനസ്സിലേക്ക് ആ സമയത്ത് ഷാരൂഖിന്റെ ഒരു ആ സിനിമയിലെ ഒരു ഫീലും എല്ലാം കൂടെ ചേർത്താണ് ആൾക്കാർ അത് കേൾക്കുന്നത്. അല്ലാതെ പാട്ട് മാത്രമായിട്ടല്ലാതെ എല്ലാം കൂടെ വിഷ്വലൈസ് ചെയ്യണം അവർ. അപ്പൊ ആ കൂട്ടത്തിൽ സ്റ്റേജിൽ അഫ്സലിനെ പോലെ ഒരാൾ നിന്ന് പാടുമ്പോൾ തീർച്ചയായിട്ടും ഷാരൂഖിന്റെ ഒരു പ്രസൻസ് കേൾക്കുന്നവർക്കും സ്റ്റേജിൽ ലഭിക്കും. അതെ, നമ്മള് എന്താ പറയാ, വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല. ഷാരൂഖ് ഖാന്റെ ശബ്ദം പോലും എടുക്കാൻ അറിയില്ല, പുള്ളിയുടെ ഡാൻസ് അറിയില്ല. പക്ഷെ നമുക്ക് കന്നഡ വെച്ചിട്ട് കേറുമ്പോ ഒരു ഫിഗർ അത് നമുക്ക് തരുന്ന എനർജി ഉണ്ടല്ലേ. നമ്മള് തീർച്ചയായിട്ടും ഇപ്പൊ കമോൺ കേരളയില് ഇപ്പൊ ഈ മാധ്യമ എക്സ്പോ സെന്ററിൽ നടന്ന പരിപാടിയില് ഞാനിതുപോലെ ലാസ്റ്റ് സോങ് ജാദുദേരൻസറായിരുന്നു. അപ്പൊ അതിന് മുമ്പ് 2 പാട്ടുകൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ ഗ്ലാസ് വെച്ചിട്ട് കയറി പെർഫോം ചെയ്ത് ഭയങ്കര ഇഷ്ടമായി അവർക്ക്. ഭയങ്കര എന്താ പറയാ, ഷാരൂഖ് ഖാനോടുള്ള സ്നേഹം. അതെ അതെ അതെ, കാരണം അത്രയും പുള്ളിയുടെ പടങ്ങൾ കംപ്ലീറ്റ് ഹിറ്റാണ്, അതിലെ പാട്ടുകൾ ഹിറ്റാണ്. അത് ആ കൂട്ടത്തിൽ അവർക്ക് ആ ഫിഗറും അതെ 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 അതെ, അതിന്റെ ഭയങ്കര തീർച്ചയായിട്ടും. मेरे ख्वाबों की तस्वीर है तू, बेखबर मेरी तकदीर है तू, तू किसी और की हो न जाना, कुछ भी कर जाऊंगा मैं दीवाना, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण, जादू तेरी नजर, खुशबू तेरा बदन, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण. പാട്ട് അറിയില്ലെങ്കിലും അറിയാതെ കൂടെ പാടിപ്പോവാൻ ഒരു ജാദു ഉണ്ട് ആ പാട്ടില്. നമ്മൾ പാടി പോകണം. പക്ഷെ എന്റെ ശബ്ദം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ സംബന്ധിച്ചോളം എന്നെ പിന്നെ പുറത്ത് കണ്ടാൽ തല്ലിക്കില്ല. അത് അഫ്സൽ എനിക്ക് തോന്നുന്നു ആ ഫീൽ ചെയ്തിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു എക്സ്ട്രാ എന്തോ ഒരു ഗുണം കിട്ടിയേക്കണത്. എന്റെ പാട്ടുകൾ കേൾക്കാത്ത ആളുകൾ എനിക്കൊരു അവര് തന്നെ പറഞ്ഞേക്കണം കേട്ടോ. അഫ്സൽ, ഞങ്ങൾ ശരിക്കും പറഞ്ഞ പുതിയ ജനറേഷനിലെ ആൾക്കാർ പോലും പറയുന്നത്, ഞങ്ങളധികം ഇങ്ങനത്തെ സോങ്സ് കേൾക്കാത്ത ആളാണ്. പക്ഷെ അഫ്സൽക്കാരുടെ പാട്ട് കേട്ടതിന് ശേഷം ഞങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ ഇതുപോലത്തെ പാട്ടുകൾ അതൊരു വലിയൊരു അത്രയും ആൾക്കാർ ആ പഴയ നല്ല അത്രയും ലെജൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാനങ്ങളാണ് നമ്മൾ വഴിയെങ്കിലും അവർക്ക് കേൾക്കാനുള്ള താല്പര്യം തോന്നുന്നത്. പഴയ പല ഗാനങ്ങളും ഇന്നത്തെ തലമുറയിൽ പലരും കേൾക്കാറില്ല, അവർക്ക് അറിയില്ല എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യമാണ്. അത് ഹിന്ദിയുടെ കാര്യത്തിൽ മാത്രമല്ല ഏത് ഭാഷയിലായാലും മലയാളത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കിനി അഫ്സലിന്റെ ലിസ്റ്റിലേക്ക് കിടക്കാം അല്ലേ? അതെ. പിന്നെ വേറെ എനിക്കൊരു ആഗ്രഹമുള്ളത്, അഫ്സൽ പാടുമെന്ന് എനിക്ക് അറിയണം. കുമാർ സാൻ ഉദിത് നാരായണൻ അല്ലെങ്കിൽ 90s പാട്ടുകളൊക്കെ ഹിന്ദി പാട്ടുകളാണ്. ഒരു മലയാളം പാട്ട് പാടുമോ? മലയാളം പാട്ട് പാടുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ അല്ലേ? അങ്ങനെ ഞാൻ അധികം പാടാറില്ല, എന്നാലും ഇതുപോലെ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പാടുന്നൊരു പാട്ട് തന്നെയാണ്. ശരിക്കും അഫ്സൽ മലയാളം പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ? കാരണം ഇപ്പൊ ഹിന്ദിയിലാണല്ലോ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഹിന്ദി പാട്ടുകൾ തന്നെയാണ് കൂടുതലും കേൾക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം കംപ്ലീറ്റ് നമ്മൾ പോകുന്ന വണ്ടികളിലും ഒക്കെ പ്ലേ ചെയ്യുന്ന ഇതുപോലെ കംപ്ലീറ്റ് ടൈം ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കുറെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ? ഇപ്പൊ എനിക്ക് മോനുണ്ട്, 2.5 വയസ്സായ ആള്. കംപ്ലീറ്റ് ഇതുപോലെ എന്റെ യൂട്യൂബിലെ സോങ്സ് കണ്ട് ആള് ഇപ്പൊ ജാദുദേരൻസറൊക്കെ ശരിക്കും 4 ലൈൻസ് ഒക്കെ കംപ്ലീറ്റ് പാടും. അതെ, അപ്പൊ ഒരു എന്താ പറയാ അത്രയും. അതെ അതെ. അപ്പൊ മലയാളം പാട്ട് ഞാൻ എല്ലായിടത്തും പോകുമ്പോ പാടുന്ന പാട്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ ഒരുപാടുള്ളതുകൊണ്ട് ഈ ഇത്രയും ഹിന്ദി പാട്ട് പാടുമ്പോൾ അതിനിടയിൽ മലയാളം പാട്ട് കേൾക്കാൻ അവർക്കൊരു താല്പര്യം. മലയാളം പാട്ട് പാടുമ്പോ എങ്ങനെയാണ് അഫ്സലിന്റെ കാണാൻ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വളരെ സെലക്റ്റീവ് ആണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പാട്ടുകൾ പാടാന്നുള്ളതാണ്. നമ്മള് ഒരു പാട്ടിന് പാടി വൃത്തികേടാക്കുന്നതിൽ നല്ലത് നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് റേഞ്ച് അറിയാതെ നമ്മൾ പാട്ട് സെലക്ട് ചെയ്യും, പാടാൻ ശ്രമിക്കുകയും അത് ഫ്ലോപ്പായി മാറുകയും ചെയ്യുന്ന ഒരുപാട് പേര്. പിന്നെ ഞാൻ ഇങ്ങനെ മലയാളം പാട്ടും തമിഴ് പാട്ടൊക്കെ പാടാറുണ്ട്. പക്ഷെ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസിലൊക്കെ പാടിക്കൊടുക്കും. അത് അവർക്ക് ഭയങ്കര ഇഷ്ടം, അവർ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പബ്ലിക്കിൽ പോയിട്ട് പാടാൻ എനിക്ക് ഭയങ്കര പേടി. കാരണം
മറ്റുള്ളവർക്ക് നമ്മൾ എത്രത്തോളം നന്നായി പാടുമെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് പാടാനായിട്ട്. എന്തായാലും ഇതിന്റെ ഒരു നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. അതെ അതെ അതെ, എല്ലാവരും മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞേക്കുന്ന ഒരു സോങ് ആണ്. അത്രത്തോളം നന്നായെന്ന് എനിക്കറിയില്ല. അതെ അതെ, അപ്പൊ മലയാളം പാട്ട് പാടുമ്പോ വേറൊരു അഫ്സലായിരുന്നു. ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇതുണ്ട്. പിന്നെ ഹിന്ദി തന്നെ മാക്സിമം ഈ 90s-ന്റെ അപ്പുറത്തേക്ക് അതിന്റെ പിന്നിലേക്ക് റാഫി സാഹിബിലേക്കൊക്കെ എപ്പോഴെങ്കിലും ശരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എല്ലാ സിംഗേഴ്സിനും പാട്ടുകൾ പാടുന്ന പാട്ടുകാരനാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഏകദേശം ഒരു 1000 ആ റേഞ്ചിലുള്ള പാട്ടുകൾ കുമാർ സാനു നാരായണൻ മാത്രം പാടുന്നു. അത് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടൊരു സംഭവമാണ്. പക്ഷെ അർജിത് സിംഗിന്റെ പാടാറുണ്ട്, സോനു നിഗത്തിന്റെ പാടാറുണ്ട്, അങ്ങനെ അഭിജിത്തിന്റെ എല്ലാവരുടെയും സിംഗിന്റെ ഒരു പാട്ട് തീർച്ചയായിട്ടും. मोहब्बत बरसा देना तू सावन आया है, तेरे और मेरे मिलने का मौसम आया है, सबसे छुपा के तुझे सीने से लगाना है, प्यार में तेरे हद से गुजर जाना है, इतना प्यार किसी पे पहली बार आया है, ओ ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിപ്പോയിട്ട് അതിനുശേഷം മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വേദികളിലേക്കൊക്കെ വന്ന് ചേർന്ന് എനിക്ക് എന്താ പറയാ, ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്നതുകൊണ്ട് ഒരുപാട് ഹിന്ദി ഷോസ് കുറെ വരാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഓസ്ട്രേലിയയിൽ എൻ്റെ ഈ ജാദു ദിനേശ്വരൻ്റെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഒരാൾ വിപിൻ ദാസ് പീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരാളെന്നെ കൊണ്ടുപോയി അവിടെ ഓസ്ട്രേലിയ പോയി ഷോ ചെയ്തു. റെസ്പോൺസ് ഭയങ്കര. അവിടെ നിന്ന് ഇപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഓർത്തിരിക്കുന്നത് അഫ്സലിന്റെ ഇതാണ്. കാരണം അത്ര എല്ലാവരും പാടുന്ന പാട്ടുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ട് പിന്നെ ആരും അങ്ങനെ ലൈവില് ഒന്നല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ പാട്ടുകാർ തന്നെ വന്ന് ലൈവിൽ പാടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ വളരെ റെയറാ. ശരിയാണ്. കാരണം ഇപ്പൊ ഗാനമേളകളിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കുമാർ സാനുവിന്റെ ഉദിത്തിന്റെ പാട്ടുകൾ പാടുന്നുണ്ടെങ്കിലും അതില് വളരെ കുറച്ച് പാട്ടുകൾ മാത്രം സ്ഥിരം പാടുന്ന പാട്ടുകളുടെ ലിസ്റ്റ് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, എനിക്കും പറഞ്ഞ പോലെ നമുക്കൊരു പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ എനിക്ക് പാടാൻ പറ്റാത്തൊരു സങ്കടം. നമ്മൾ 2-3 പാട്ട് പാടിയിട്ട് അവിടെ പോകുമ്പോൾ അയ്യോ അത് അടുത്ത പാട്ടുകൾ അതിലും ഹിറ്റ് ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഫീൽ, എനിക്ക് ഭയങ്കരമായിട്ട്. ഞാനിതുപോലെ 2-3 hours ഒക്കെ സിംഗിൾ ആയിട്ട് ഇരുന്നിട്ട് പെർഫോം ചെയ്യാറുണ്ട്, ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ അതൊരു അതെ അതെ. അപ്പോൾ നമുക്ക് ടയർഡ് ആവില്ല. ഞാൻ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ഒന്ന് പാടാൻ പറ്റും. എങ്ങനെയാണ് സാധാരണ പ്രാക്ടീസ് ഒക്കെ? ഒന്നുമില്ല, പ്രാക്ടീസ് ഒന്നുമില്ല, പ്രോഗ്രാം അത്രയുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഹിന്ദി മാക്സിമം പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കില്ല. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടുള്ള ഹിന്ദി വാക്കുകൾ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചെയ്യുന്നതാണോ അതോ ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക? എങ്ങനെയാണ് ഈ ഹിന്ദി പഠിക്കാനായിട്ട്? ഇല്ല, ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് അത് എഴുതി തന്നെ എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഓ അത് ശരി. നമുക്ക് അപ്പോഴാണ് ഹിന്ദിയിൽ തന്നെ എഴുതി എഴുതിയെടുക്കും. അപ്പൊ നമ്മള് ഏറ്റവും 2 ഇതാണത്, നമുക്ക് കേൾക്കുമ്പോഴും അതിന്റെ ഒരു ഇത് കിട്ടുകയാണ്, നമ്മൾ എഴുതിയെടുക്കുമ്പോഴും അതിന്റെ ഇത് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സിന്റെ ഹിന്ദി തന്നെ എഴുതുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ എഴുതിയാൽ നമുക്ക് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയാലും വ്യത്യാസമുണ്ട്. ഹിന്ദി തന്നെ എടുക്കുമ്പോൾ കറക്റ്റ് വേർഡ് അങ്ങനെ ശീലിച്ചു. ഇല്ല, ഞാൻ കേട്ടിട്ട് തന്നെ എഴുതും. പിന്നെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നെറ്റിൽ കയറിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്? കഴിവ് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ടൈമിലൊക്കെ ശരിക്കും ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ ഇതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അന്നും ഇതുപോലെ പ്രൈസൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വിട്ടു ശരിക്കും. ഇത് തന്നെ നമ്മൾ, കാരണം ഫാമിലി ഒന്നും നമുക്ക് ഇതുപോലെ ഉള്ള ഇതല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫാമിലീസിൻ്റെ ഇതിൽ വെഡ്ഡിങ് ഇതിൽ വന്നപ്പോൾ എന്നെ അവർ കസിൻസൊക്കെ കൂടി ഇതുപോലെ കരോക്കെയൊക്കെ എനിക്ക് അവർ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞ ഈ കരോക്കയിൽ പാടി വരുന്നത് ശരിക്കും.
അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പാട്ടുകൾ പാടിയിട്ട് വേറെ ഇതൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴും അതുപോലുള്ള വേദികളൊക്കെ ഇപ്പോഴും പിന്നെ ഇഷ്ടം പോലെ നമുക്ക് ചെറുത് വലുതൊന്നുമില്ല. പക്ഷെ നമ്മുടെ പാട്ടുകൾ എൻജോയ് ചെയ്യുന്ന 2 പേരുണ്ടെങ്കിൽ ഞാൻ 2 പേർക്ക് പാടിപ്പോയി ഞാൻ റെഡിയാണ്. ഏറ്റവും കൂടുതൽ അതെ തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. നമ്മള് ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ റിക്വസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും ഞാൻ ചിലപ്പോൾ കുറേ നേരം പാടിക്കൊണ്ടിരിക്കും. ഭയങ്കര ഒരു അതാണ് ശരിക്കും പാഷനേറ്റ് ആയിട്ട് പാടുക എന്ന് പറയുന്നത്. ഓക്കെ, വല്ലാത്തൊരു എനർജി എനിക്ക് പാടാനായിട്ട്. നമുക്ക് റിക്വസ്റ്റ് ഒരു ചോദിച്ചോണ്ടിരിക്കും. പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ഏത് പാട്ടാ വേണ്ടത്? ഒരു കുറച്ച് പഴയതെങ്കിലും. ഓക്കെ, നമുക്ക് മുഹമ്മദ് റാഫിയുടെ ഒരു चांद मेरा दिल चांदनी हो तुम चांद से है दूर चांदनी कहाँ लौट के आना है यही तुमको जा रहे हो तुम जाओ मेरी जान जाओ मेरी जान जाओ मेरी जान. ഗംഭീരായി. ഇതൊക്കെ ഒരുപാട് ഓർമ്മകളാണ് ഈ കാലഘട്ടങ്ങളിലെ പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. ആ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹിന്ദി പാട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? അങ്ങനെ ചോദിച്ചു നമ്മള് എന്തായാലും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാടുന്ന സ്ഥിരമായിട്ട് സ്റ്റേജിൽ പാടുന്ന പാട്ടുകൾ തന്നെയാണ് ഏജ് നബി ജാദു തരുന്നത് ബാസികളൊക്കെ സ്ഥിരമായിട്ട്. അതല്ല, നമുക്ക് അവസാനം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാടാത്ത പാട്ടുകളുടെ അപ്പൊ അതിലെ കുറച്ച് സോങ്സ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും. കാരണം ഈ ഓഡിയൻസ് എപ്പോഴും പറയും അത് പാടി ഇത് പാടുന്നു കുറേ റിക്വസ്റ്റ്. കാരണം യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും അതിന്റെ കമന്റ്സ് ഇട്ടുകൊണ്ടിരിക്കും. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇട്ട് വെക്കുന്ന ലിസ്റ്റ് എഴുതി കൊണ്ടുവരണം. അപ്പൊ കുറച്ച് പാട്ടുകൾ മനസ്സിലുണ്ട്, അത് നമുക്ക് ഒന്ന് ഇത് ചെയ്യാം. ഇപ്പൊ കുമാർ സാറിന്റെ തന്നെ ഒരു സോങ് നോക്ക്. ഹേ 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 कभी मुझको हंसाए कभी मुझको रुलाए मुझे कितना सताती है कभी मुझको हंसाए कभी मुझको रुलाए मुझे कितना सताती है वो लड़की बहुत याद आती 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 है. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. എപ്പോഴും പാടുമ്പോ എനിക്കിങ്ങനെ പിടിച്ചു വെച്ചിട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ത്രോട്ട് എപ്പോഴും ഓപ്പൺ ആയിട്ട് പാടുമ്പോൾ അത് കേൾക്കുന്നവർക്കും അത് തന്നെയാണ് കേൾക്കാൻ ഇഷ്ടവും. അത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കേൾക്കാനുള്ള ഒരു സുഖം കുറയും. നേരത്തെ 2.5 വയസ്സുള്ള മോനെ കുറിച്ച് പറഞ്ഞു, ബാക്കി കുടുംബത്തിലെ കഥകളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങള് ഉമ്മ വാപ്പ പിന്നെ എനിക്ക് 2 ബ്രദേഴ്സാണ്. ഞാൻ 3 പേരാണ്. ഇളയാളാണ് ഞാൻ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് മൂത്ത ആൾക്ക് 2 കുട്ടികളുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 1 കുട്ടി, എനിക്കൊരു മോൻ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നാട്ടിലെ ആലുവയാണ് സ്ഥലം. ആലുവ പ്രോപ്പർ ജനിച്ചു വളർന്ന സ്ഥലം വെളിയത്തുനാട് എന്ന് പറയും. അവിടെ ചെറിയ ഗ്രാമമാണ്. അതെ, ആലുവ. എല്ലാവരും ഒന്നിച്ചാണ് ഒരുമിച്ച്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് കേൾക്കുന്ന ഒരു കഥയാണ്. എല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളുമായി എങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഒന്നിച്ച് താമസിക്കുന്നു എന്നൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവിടെ വീട്ടിലെങ്ങനെയാണ് പാട്ടും ബഹളവും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായ ഇതിലോട്ട് തിരിഞ്ഞു പോയതുകൊണ്ട് പാട്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുമിച്ച് ഇല്ല, അങ്ങനെ ഇല്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൂത്താള് പുറത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. പുള്ളി ഇതുപോലെ ഇപ്പോഴും പുള്ളിയുടെ ഫ്രണ്ട്സ് പറയും അഫ്സലിനേക്കാൾ വളരെ മനോഹരമായിട്ട് അഫ്സലിന്റെ ജ്യേഷ്ഠൻ പാട്ട് പാടുമായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിയൊക്കെ അങ്ങോട്ട് ഇതായി പോയി. പിന്നെ നമ്മളിങ്ങനെ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ വേറെ ജോലിയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ എവിടെയോ സ്ട്രൈക്ക് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും. ഇപ്പൊ ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് പാട്ടുകൾ പാടുന്ന ആളല്ലേ, അപ്പൊ വൈഫിന് എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ പാടുമ്പോ വൈഫിനായിട്ട് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഏതാണ്? എങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാം? ഏറ്റവും ഇഷ്ടമുള്ള സോങ് വൈഫിന് ഏജ് നബിയാണ്. ഏജ് നബി ആള് ഭയങ്കര സപ്പോർട്ടാ, ഭയങ്കര സപ്പോർട്ടാണ് എപ്പോഴും. ഏജ് നബി ആണ് ആളുടെ ഫേവറേറ്റ്.
സുഫൈന. അപ്പോൾ നമുക്ക് സുഫൈനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് അതെ, ഏജ് നബി ഒന്നും കൂടെ കേൾക്കാം. തീർച്ചയായിട്ടും എപ്പോഴും പറയും, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പാടണമെന്ന് പറയും. അപ്പോൾ അതിന് ക്രെഡിറ്റ് എനിക്ക് തീർച്ചയായിട്ടും എന്തായാലും അത് അതെ, ഏത് വേദിയിൽ ഏജ് നബി പാടിയാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞോളൂ ആ പാട്ടൊന്ന് പാടാൻ പറഞ്ഞു. അയ്യോടാ, കഴിഞ്ഞ അത്രത്തോളം ഇപ്പൊ ഇഷ്ടമാണ് ആ പാട്ട്. അത് അഫ്സൽ പാടി അങ്ങനെ എപ്പോഴും പാടി കൊടുക്കാറില്ല. പിന്നെ എപ്പോഴും ഇത് യൂട്യൂബിൽ മോനൊക്കെ പ്ലേ ചെയ്യുന്നത് കംപ്ലീറ്റ് ടൈം നമ്മുടെ പാട്ട് തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ആ ഒരു സപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു ഫീൽഡിൽ നമ്മൾ നിലനിന്ന് പോകാനും മുമ്പോട്ട് പോകാനും അല്ലേ. ആൾക്ക് ഭയങ്കര ഇഷ്ടം ആൾക്ക് പാട്ട് പറയുന്ന പാട്ടുകളൊക്കെ പാടി കൊടുക്കണം. പിന്നെ വീട്ടിലുള്ള സമയത്ത് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ, പക്ഷെ എന്നാലും കംപ്ലീറ്റ് ടൈം കേൾക്കുന്ന പാട്ടുകളൊക്കെ തന്നെ യൂട്യൂബിൽ എല്ലാ സോങ്സും കിടക്കുന്നതുകൊണ്ട് മോൻ എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കില്ല പരിപാടി. അവർക്ക് ഭക്ഷണം കഴിക്കണമെന്നല്ല ഈ പാട്ട് കാണാം. ഫുൾ ടൈം ഇത് തന്നെ പ്ലേ ചെയ്തു. മോനും ഭാവിയിൽ ഒരു അഫ്സലായിട്ട്. മോന്റെ പേര് മുഹമ്മദ് ഫർഹാൻ എന്നാണ്. ഓക്കെ, ഞങ്ങള് ഇതുപോലെ പാട്ട് കേട്ട് കേട്ട് അങ്ങനെ ഒരു തീർച്ചയായിട്ടും സോങ് എന്തായാലും പക്ഷെ എന്തായാലും പഠിപ്പിക്കണം, തീർച്ചയായിട്ടും പാട്ട് പഠിപ്പിക്കണം. അപ്പോ വൈഫിന്റെ പേരൊന്നും കൂടെ നമുക്ക് പറയാം. അതെ, സുഫൈനയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്. അത് ചോദിച്ചതിന് എന്തായാലും ഒരുപാട് താങ്ക്സ്. അതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മീഡിയയിൽ വന്നിട്ട് നമ്മുടെ ചാനൽ ഡീലിലൂടെ തന്നെ. അതെ, അത് മാത്രമല്ല ഈ ചാനൽ ഡീൽ ഇപ്പൊ വരാൻ കാരണം എന്റെ സുഹൃത്ത് ഇപ്പൊ ശരത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ വിളിച്ചിരുന്നു, തിരക്കായിട്ട് നടന്നില്ല. അപ്പൊ എന്തായാലും ശരത്തിനും താങ്ക്സ് അറിയിക്കും. അതെ, എല്ലാവരും അറിയാം. എന്നാലും ഞങ്ങള് ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ച ആളുകളാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഒരു ബന്ധം കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഏജ് നബിയിലേക്ക്. ए अजनबी तू भी कभी आवाज दे कहीं से, ए अजनबी तू भी कभी आवाज दे कहीं से, मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तू कहीं टुकड़ों में जी रही है, ए अजनबी तू भी कभी आवाज दे कहीं से, ए अजनबी तू भी कभी आवाज दे कहीं से. യെസ്, വൈഫിനോടുള്ള സ്നേഹം കൂടി ആ പാട്ടിലുണ്ട്, അതുകൊണ്ടാണ്. അതെ, യെസ്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, പരദേശിലെ ഏതെങ്കിലും ഒരു പാട്ട്? പരദേശിലെ സോങ്സ് വളരെ ഹിറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോ കഴിഞ്ഞ ഇതിൽ പോലും സ്പോട്ട് സിംഗിങ് ചെയ്തത് കുമാർ സാറിന് വേണ്ടിയിട്ട് ഈ സോങ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പരദേശില കിസി റോസ് തുംസേ മുലാഖാത്ത് ഹോഗി, मेरी जान उस दिन मेरे साथ होगी, मगर कब न जाने ये बरसात होगी, मेरा दिल है प्यासा मेरा दिल अकेला, जरा तस्वीर से तो निकल के सामने आ, मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा. വൗ, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നല്ല റിക്വസ്റ്റുകളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും എന്താ ഒരു ഭയങ്കര എനർജിയാ. ആ ഒരു പാട്ടിന് ആ ഒരു ഫീല് കൊടുത്തിട്ട് തന്നെയാണ് അഫ്സൽ പാടുന്നത്. ശരിക്കും നമ്മള് ഷാരൂഖ് ഖാന്റെ ആ പാട്ട് വിഷ്വലിൽ കാണുന്നതിന്റെ ആ ഒരു എഫക്ട് കിട്ടുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അഫ്സൽ പാടുമ്പോൾ നമുക്ക് എത്ര അടുത്തിരുന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് തരുന്നതല്ല, അതൊരു ഭയങ്കര ഫീലാണ്. പ്രത്യേകിച്ച് അതൊരു നമ്മൾ മൈക്രോഫോണിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഫീല് ഇരട്ടിക്കാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് ഒരു പക്ഷെ അഫ്സൽ 100% അങ്ങോട്ടും കൊടുക്കുന്നത് കൊണ്ടായിരിക്കും ആ പാട്ടിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അത്രയും ഇഷ്ടപ്പെടുന്ന പാട്ടുകളായതുകൊണ്ട് നമുക്ക് എവിടെ പോയി പാടിയാലും നമുക്ക്
പെർഫെക്ഷനിൽ കൊടുക്കാൻ പറ്റും. ദൈവം സഹായിച്ച് ത്രോട്ടൊക്കെ നല്ല വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും ഉറപ്പാണ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണ്. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അതെ, ഇതുപോലെ പരിചയപ്പെട്ട ആളുകളൊക്കെ പുതിയതായിട്ട് വന്നാലും കംപ്ലീറ്റ് അവർക്ക് പാട്ട് കേൾക്കാന്നുള്ളതാണ് ലക്ഷ്യം. അതെ അതെ. ഭയങ്കര ഒരു അപ്പൊ നമുക്ക് ഉദിത് നാരായണന്റെ ഒരു പാട്ടോട് കൂടെ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? സ്റ്റോറീസിന്റെ സമയപരിധി അവസാനിക്കുകയാണ്. അപ്പൊ അതിനുകൊണ്ട് നമുക്ക് ഒരു ഗാനത്തിൽ കൂടി നമുക്ക് അവസാനം ഉദിത് നാരായണന്റെ ഏതെങ്കിലും ഒരു പാട്ടോട് കൂടെ. സോങ് ആണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പാടാത്ത ഏതെങ്കിലും ഒരു സോങ്. തും പാസ് ആയേ യൂं മുസ്കുരായേ തുമനെ न जाने क्या सपने दिखाए तुम पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए अब तो मेरा दिल जागे न सोता है क्या करूँ हाय कुछ कुछ होता है क्या करो हाय कुछ कुछ होता है. ഗംഭീരം. ഈ ഗാനം കേൾക്കുമ്പോഴും കൊച്ചു കൊച്ചു ഹോത്താ ഹേ, അതാണ് നമുക്ക് അഫ്സലിന്റെ ഒരു സാമീപ്യം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും അഫ്സൽ ഈ തിരക്കിനിടയിലും ഇവിടെ നമ്മുടെ ഒപ്പം ചേർന്ന കഫേഡി സ്റ്റോറീസിലേക്ക് എത്തിച്ചേർന്ന് അഫ്സലിന്റെ വിശേഷങ്ങളും ഒപ്പം നമുക്ക് ഒരുപാട് ഗാനങ്ങളും ഒക്കെ പാടിത്തന്നു. അഫ്സലിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ ഷാരൂഖ് ഖാന്റെ മുമ്പിൽ, അതുപോലെ ഷാരൂഖ് ഖാനും അതുപോലെ ഉമാർ ഖാനും ഉദിത് നാരായണൻ, ഈ ഇവരുടെയൊക്കെ മൂന്ന് പേരാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത്. ഭയങ്കര ഒരു തീർച്ചയായിട്ടും അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് കൊണ്ടുതരും. നമുക്ക് കാരണം അത്രയും വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവര് തന്നെ ഇത് കണ്ട് അല്ലേ, അവരത് ഇഷ്ടപ്പെടും. അവരുടെ ഒരു ഷോയിൽ തീർച്ചയായിട്ടും അവസരം ഉണ്ടാവും എന്നുള്ള. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. അവർ ഭയങ്കരമായിട്ട് നമ്മളോട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ജോലിയാണെങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ അവർ വന്നിട്ട് നമ്മളോട് നമ്മൾക്ക് വേണ്ടി ടൈം കണ്ടെത്തി നമ്മുടെ പാട്ടുകൾ കാണാനും എപ്പോഴും അത് എന്നും മനസ്സിൽ ഒരുപാട് നന്ദിയോടെ ഓർക്കുകയാണ്. എന്നോ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളിതുപോലെ വന്നിട്ട് ഇതുപോലെ ഒരു ഫംഗ്ഷനിൽ എന്താ പറയാ ഇന്റർവ്യൂവിൽ ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം. നിങ്ങളെ പോലെ രണ്ട് ആളുകളുടെ ഇന്റർവ്യൂ എന്നൊന്നും പറയണ്ട അവസരം. നമ്മൾ വെറുതെ നമ്മളിങ്ങനെ കഥ. അതെ, തീർച്ചയായിട്ടും. എന്നാലും ഇങ്ങനെ ഒരു അവസരം തന്ന അതെ. അപ്പൊ എന്തായാലും അഫ്സലിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. അഫ്സലിനെ ഈ പറഞ്ഞ പോലെ കുമാർ സാനുവിന്റെ മുമ്പിലും അതുപോലെ ഉദിത് നാരായണന്റെ മുമ്പിലും ഷാരൂഖ് ഖാന്റെ മുമ്പിലും ഒക്കെ ഗാനങ്ങൾ ആലപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. കൂടുതൽ ഗാനങ്ങളും ഒക്കെയായി അഫ്സൽ ഇനിയും നിരവധി വേദികളിലൊക്കെ അജയനായി ഗായകനായി മാറി നടക്കട്ടെ. അതെ, പിന്നെ അഫ്സൽ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അഫ്സലിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ തരുകയാണ്. ആ ഒരു പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും അഫ്സലിനൊപ്പം ഉണ്ടാവണം. ഇനിയും ഒരുപാട് യുഎയിലെ വേദികൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. സ്റ്റോറീസ് ഇവിടെ പൂർത്തിയാക്കാം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.